ദുൽഖർ സൽമാനെ ഇഷ്ടമല്ലാത്ത മലയാളികളുണ്ടോ? ആകെ 40ഓളം സിനിമകൾ മാത്രമാണ് ദുൽഖർ സൽമാൻ ഇതുവരെ ചെയ്തിരിക്കുന്നത്. മലയാളം കൂടാതെ തമിഴ്, തെലുങ്ക് ഭാഷകളിലും അദ്ദേഹം നായകനായി ചിത്രങ്ങളിൽ അഭിനയിച്ചിരുന്നു. ദുൽഖറിന്റെ കരിയറിലെ ആദ്യ 100 കോടി ചിത്രം ഒരു തെലുങ്ക് സിനിമയാണ്. പാൻ ഇന്ത്യൻ താരമായി ദുൽഖർ വളർന്നു കഴിഞ്ഞു. ഇപ്പോൾ തന്റെ ഇഷ്ടങ്ങളെ കുറിച്ച് ദുൽഖർ നടത്തിയ വെളിപ്പെടുത്തലാണ് ശ്രദ്ധേയമാകുന്നത്. ദുൽഖറിന്റെ ഫേവറേറ്റ് നടൻ രജനീകാന്ത് ആണ്, നടി ശോഭനയും. ഇഷ്ടപ്പെട്ട വില്ലൻ യോഗി ബാബുവും വില്ലൻ അമരീഷ് പുരിയും ആണെന്നാണ് ദുൽഖർ പറയുന്നത്. സംവിധായകന്റെ കാര്യത്തിലുമുണ്ട് ദുൽഖറിന് പ്രത്യേക ഇഷ്ടം. അത് മറ്റാരുമല്ല, മണിരത്നമാണ്. റോജ സിനിമയിൽ AR റഹ്മാന്റെ കാതൽ റോജാവെ എന്ന് തുടങ്ങുന്ന ഗാനമാണ് തന്റെ ഇഷ്ടഗാനമെന്നും ദുൽഖർ പറയുന്നു. ഇഷ്ടങ്ങളെ കുറിച്ചുള്ള വികടന്റെ അവതാരകയുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ മനസ്സിൽ ഓർമ്മ വന്ന കാര്യങ്ങളാണ് പറഞ്ഞതെന്നും അദ്ദേഹം വ്യക്തമാക്കി. മമ്മൂട്ടിയുടെയോ മോഹൻലാലിന്റെയോ പേര് പറയാത്തത് എന്താണെന്നാണ് ആരാധകർ തിരക്കുന്നത്. 2012 പുറത്തിറങ്ങിയ സെക്കൻഡ് ഷോ എന്ന ചിത്രത്തിലൂടെയായിരുന്നു ദുൽഖറിന്റെ മലയാള സിനിമയിലേക്കുള്ള എൻട്രി. പിന്നീട് നിരവധി കഥാപാത്രങ്ങളിലൂടെ വന്ന പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു. അൻവർ റഷീദ് സംവിധാനം ചെയ്ത ഉസ്താദ് ഹോട്ടലിലെ ഫൈസി എന്ന കഥാപാത്രത്തിലൂടെ തന്റെ ആരാധകരെ വീണ്ടും വർദ്ധിപ്പിച്ചു. പിന്നീട് ബാംഗ്ലൂർ ഡേയ്സിലെ അജുവായും വിക്രമാദിത്യനിലെ ആദിത്യനായും വന്ന് പ്രേക്ഷകരെ അഭിനയത്തിലൂടെ ഞെട്ടിച്ചുകൊണ്ടിരുന്നു. വെങ്കി അഡ്ലൂരി സംവിധാനം ചെയ്ത ലക്കി ഭാസ്കർ ആയിരുന്നു ദുൽഖറിന്റെ ഏറ്റവും അവസാനം പുറത്തിറങ്ങിയ ചിത്രം. മീനാക്ഷി ചൗധരിയായിരുന്നു ചിത്രത്തിൽ നായികയായി എത്തിയത്. മലയാളത്തിന് പുറമെ തെലുങ്ക്, തമിഴ്, ഹിന്ദി എന്നീ ഭാഷകളിലും അദ്ദേഹം അഭിനയിച്ചിരുന്നു. 2022 പുറത്തിറങ്ങിയ സീതാരാമം എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറിയിരുന്നു അദ്ദേഹം. മൃണാൾ ഠാക്കൂർ ആയിരുന്നു ചിത്രത്തിൽ നായികയായി എത്തിയത്. രശ്മിക മന്ദാന ഒരു കേന്ദ്ര കഥാപാത്രത്തെയും ചിത്രത്തിൽ അവതരിപ്പിച്ചിരുന്നു. അഭിലാഷ് ജോഷി സംവിധാനം ചെയ്ത കിങ് ഓഫ് കൊത്ത എന്ന ചിത്രത്തിലെ അഭിനയത്തിന് നെഗറ്റീവ് കമന്റുകൾ വന്നെങ്കിലും ലക്കി ഭാസ്കറിലൂടെ അദ്ദേഹം തന്റെ സ്ഥാനം തിരിച്ചുപിടിച്ചിരിക്കുകയാണ്. മലയാളികൾ മാത്രമല്ല ദുൽഖറിന്റെ ആരാധകർ. തമിഴ്, തെലുങ്ക്, ഹിന്ദി എന്നീ ഭാഷകളിലും ധാരാളം ആരാധകർ ദുൽഖറിനുണ്ട്. സിനിമാ ജീവിതത്തിൽ തുടക്കകാലത്ത് നിരവധി വിമർശനങ്ങളും അദ്ദേഹം നേരിട്ടിരുന്നു. പിന്നീട് അദ്ദേഹം തന്റേതായ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു. ഇന്ന് യുവനടന്മാരിൽ ഏറ്റവും ശ്രദ്ധേയനായി മാറിയിരിക്കുകയാണ് ദുൽഖർ. കൊച്ചുകുട്ടികൾക്ക് പോലും ഭാവിയിൽ ആരുടെ കൂടെ അഭിനയിക്കണമെന്നതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് ദുൽഖർ എന്നാണ്. ഒരേ കഥാപാത്രങ്ങൾ ചെയ്യുന്നതിന് പകരം വേറിട്ട കഥാപാത്രങ്ങളിലൂടെയായിരുന്നു അദ്ദേഹം അഭിനയിച്ചിരുന്നത്. നടൻ മാത്രമല്ല, നല്ലൊരു പാട്ടുകാരൻ കൂടിയാണ് അദ്ദേഹം എന്നതിന് തെളിവാണ് ചാർലി എന്ന സിനിമയിലെ സുന്ദരി പെണ്ണെ എന്ന ഗാനം. അഭിനയമായാലും ഡാൻസ് ആയാലും പാട്ടായാലും എല്ലാം മികച്ച രീതിയിൽ ഒരേപോലെ ചെയ്യാൻ കഴിവുള്ള നടൻ കൂടിയാണ് ദുൽഖർ സൽമാൻ. സ്ഥിരം അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് രസകരമായ രീതിയിൽ മറുപടി പറഞ്ഞതാകാമെന്നും ആരാധകർ പറയുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.